Hi guys, welcome back. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന 3 അടിപൊളി എഫക്ട്സിനെ കുറിച്ചാണ്. പോപ്പുലർ ആയിട്ടുള്ള എഫക്ട്സ് ആണ്. നമുക്ക് ഈസി ആയിട്ട് പ്രീമിയറിൽ ക്രിയേറ്റ് ചെയ്യാം. ബേസിക് ആയിട്ട് പ്രീമിയറിനെ കുറിച്ച് ഒരു നോളജ് മതി. സോ സമയം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രോമിസ്ഡ് ഫിൽറ്റർ എഫക്റ്റ് ആണ്. സോ ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം വീഡിയോ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഹോൾഡ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ മതി. ഇനി നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത വീഡിയോയിലേക്ക് ലൂമ കീ ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ലൂമ കീ ഇഫക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് മാത്രം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സോ ഞാൻ വീഡിയോ 1 ഒന്ന് ഹൈഡ് ചെയ്യുവാണ്. എന്നിട്ട് ഇവിടെ ലൂമ കീയിൽ കട്ട് ഓഫിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ നമുക്കിങ്ങനെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോർഷൻ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. സോ അതിനുവേണ്ടിയാണ് നമ്മൾ ലൂമ കീ ഇഫക്റ്റ് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ തൽക്കാലം ഒരു 75 വാല്യൂ കൊടുക്കുവാണ്. നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ വാല്യൂ ചേഞ്ച് ചെയ്യാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എൻ്റെ വീഡിയോ 1 ഒന്ന് അൺഹൈഡ് ചെയ്യുവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഗോഷ്യൻ ബ്ലർ ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ റിപ്പീറ്റ് എഡ്ജ് പിക്സൽസ് ഓൺ ചെയ്ത് കൊടുക്കാം. നമ്മൾ റിപ്പീറ്റ് എഡ്ജ് പിക്സൽസ് ഓൺ ചെയ്ത് കൊടുക്കുന്നത് ഇത് സൈഡിൽ വരുന്ന ബ്ലാക്ക് കളറൊക്കെ റിമൂവ് ആകാൻ വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഇമേജിലേക്ക് ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഞാൻ ഇവിടെ ബ്ലർ വാല്യൂ ഇൻക്രീസ് ചെയ്യുവാണ്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയറിയാം ഒരു ബ്ലാക്ക് കളർ കോർണറിൽ വന്നിട്ടുണ്ട്. അത് റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്കിങ്ങനെ റിപ്പീറ്റ് എഡ്ജ് പിക്സൽസ് ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ നിങ്ങൾക്കത് മനസ്സിലായെന്ന് കരുതുന്നു. സോ ഇവിടെ നമ്മൾ റിപ്പീറ്റ് എഡ്ജ് പിക്സൽസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലർ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ആൻഡ് വീഡിയോയിൽ നോക്കുവാണെങ്കിൽ ഹൈലൈറ്റ്സ് സോഫ്റ്റ് ആണെന്നാണ്. ഇനിയാണ് നമ്മൾ ഫൈനൽ സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നമുക്ക് ബ്ലെൻഡ് മോഡ് നോർമൽ മാറ്റി സ്ക്രീൻ കൊടുക്കാം. ആൻഡ് നമുക്ക് ആ എഫക്റ്റ് ക്രിയേറ്റ് ആയിരിക്കുന്നതാണ്. ഇനി ഇവിടെ നമുക്ക് ത്രഷോൾഡിൻ്റെ വാല്യൂം, കട്ട് ഓഫിൻ്റെ വാല്യൂം, ബ്ലർ വാല്യൂ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ ഇഫക്റ്റ് ആക്കി എടുക്കാം. ആൻഡ് ഞാൻ ഇവിടെ വാല്യൂസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് ഫൈനൽ റിസൾട്ട്. അടുത്തായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡോളി സൂം എഫക്റ്റ് ആണ്. ഇത് ആക്ച്വലി ഒരു ഇൻ ക്യാമറ എഫക്റ്റ് ആണ്. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണ്. ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ക്യാമറ മുമ്പോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേനും സൂം ഔട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ക്യാമറ പുറകോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേനും സൂം ഇൻ ചെയ്യും. സോ ഇങ്ങനെ നമ്മൾ ക്യാമറയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണ് ഡോളി സൂം എഫക്റ്റ്. ആൻഡ് ഇത് നമുക്ക് ഈസി ആയിട്ട് പ്രീമിയറിൽ ഫേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് മുമ്പോട്ട് ക്യാമറ മൂവ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അതേ ലോജിക്കാണ് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് സ്കെയിലിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഞാൻ 200 കൊടുത്തു. എന്നിട്ട് നമുക്ക് ഈ കീ ഫ്രെയിം വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവെക്കാം. എന്നിട്ട് 100ൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. ആൻഡ് ഈ കീ ഫ്രെയിം നമുക്ക് വീഡിയോയുടെ എൻഡിങ്ങിൽ കൊണ്ടുവെക്കാം. ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ആ ഡോളി സൂം ഇഫക്റ്റ് ക്രിയേറ്റ് ആയിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ക്യാമറ പുറകോട്ട് മൂവ് ചെയ്യുന്ന ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ക്യാമറ പുറകോട്ടാണ് മൂവ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് സ്കെയിലിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്യുന്ന കീ ഫ്രെയിമിൻ്റെ വാല്യൂ 100 ആയിരിക്കണം. എന്നിട്ട് അത് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവെക്കാം. ഇനി നമുക്ക് സ്കെയിലിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഞാൻ 200 കൊടുത്തു. എന്നിട്ട് നമുക്കത് വീഡിയോയുടെ എൻഡിങ്ങിൽ കൊണ്ടുവെക്കാം. ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ആ ഡോളി സൂം എഫക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നതാണ്. സോ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പ്രീമിയറിൽ ഡോളി സൂം എഫക്റ്റ് ഫേക്ക് ചെയ്തെടുക്കാം. ആൻഡ് ഫൈനലായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റിവേഴ്സ് സ്പീഡ് എഫക്റ്റ് ആണ്. ആൻഡ് ഇത് പോപ്പുലർ ആയിട്ടുള്ള എഫക്റ്റ് ആണ്. നിങ്ങൾ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ആൻഡ് ഇത് നമുക്ക് പ്രീമിയറിൽ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് അതിന് വേണ്ടി ക്ലിപ്പ് സെലക്ട് ചെയ്യാം. എന്നിട്ട് റൈറ്റ് ക്ലിക്ക്. ആൻഡ് ഇവിടെ ഷോ ക്ലിപ്പ് കീ ഫ്രെയിംസ് സെലക്ട് ചെയ്യാം. അവിടുന്ന് ടൈം റീമാപ്പിംഗ്. ആൻഡ് ഇവിടെ നമുക്ക് സ്പീഡ് ഇനേബിൾ ചെയ്യാം. ആൻഡ് നമുക്ക് ഇവിടെ സ്പീഡ് ലൈൻ കാണാം. ഇനി നമുക്ക് ഇവിടെ പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യണം. 2 കീസാണ് നിങ്ങൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത്. ഒന്ന് കൺട്രോൾ കീയും ഒന്ന് ഓൾട്ട് കീയും. ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ആൻഡ് കൺട്രോൾ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ സെലക്ഷൻ ടൂളിൽ ഒരു പ്ലസ് ഐക്കൺ വന്നിരിക്കുന്നതാണ്. ഇനി നമുക്ക് എവിടെ നിന്നാണ് റിവേഴ്സ് ചെയ്യേണ്ടത് അവിടെ നമുക്കൊരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം. കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. സോ ഇവിടെ പോയിന്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി വീഡിയോ റിവേഴ്സ് ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫോർവേഡ് ആരോ വന്നിരിക്കുന്നതാണ്. സോ ഈ ഏരിയയിൽ ക്ലിപ്പ് റിവേഴ്സ് ആവും. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ക്ലിപ്പ് റിവേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ഡ്യൂറേഷൻ ഭയങ്കര കൂടുതലാണ്. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്തിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. സോ ഞാൻ ഈ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് കിക്ക് വരുന്നിടത്ത് ഫോർവേഡ് എഫക്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കുവാണ്. ആൻഡ് ഇതാണ് ഫൈനൽ റിസൾട്ട്. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ വേറെ ഏരിയയിൽ ഫോർവേഡ് എഫക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. കൺട്രോൾ ഹോൾഡ് ചെയ്ത് പോയിന്റ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് കൺട്രോൾ ഹോൾഡ് ചെയ്ത് തന്നെ ഡ്രാഗ് ചെയ്താൽ മതി. ഫോർവേഡ് എഫക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ഇങ്ങനെ നമുക്ക് ഫോർവേഡ് എഫക്റ്റ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ നോക്കിയത്, അതായത് ഈ വീഡിയോയിൽ നമ്മൾ നോക്കിയത് 3 എഫക്റ്റിനെ കുറിച്ചാണ്. പ്രോമിസ്ഡ് ഫിൽറ്റർ എഫക്റ്റ്, ഡോളി സൂം എഫക്റ്റ് ആൻഡ് വീഡിയോ ഫോർവേഡ് എഫക്റ്റ്. ആൻഡ് പാർട്ട് 2 വീഡിയോ കാണാൻ വേണ്ടി ഈ റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. ആൻഡ് നിങ്ങൾക്ക് സൈബർ പങ്ക് ലുക്ക് വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റിൽ വന്നിരിക്കുന്ന വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.